വേദക്കുട്ടി, വർണ്ണമോളുടെ കാര്യം നമുക്ക് യോഗിനിയമ്മയോട് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാൻ? വർണ്ണമോളെ നല്ല കുട്ടിയാക്കണേന്ന്. എന്നിട്ട് വർണ്ണമോള് നമ്മുടെ കൂടെ കളിക്കാൻ വരികയാണെങ്കിൽ എന്ത് രസമായിരിക്കും. വർണ്ണമോള് നമ്മുടെ കൂടെ ഒന്നും കളിക്കാൻ വരില്ല. വർണ്ണമോള് രാജകുമാരിയല്ലേ. അതിനെന്താ? എല്ലാ കുഞ്ഞുങ്ങളും ഭഗവാന്റെ മുൻപിൽ ഒരുപോലെയാണെന്നല്ലേ യോഗിനിയമ്മ പറയുക? അങ്ങനെ ഭഗവാന് മാത്രം തോന്നിയാൽ പോരല്ലോ, മനുഷ്യർക്കും തോന്നണ്ടേ. അപ്പൊ വർണ്ണമോള് എപ്പോഴും വേദക്കുട്ടിയെ ദ്രോഹിക്കുമോ? അറിയില്ല. വർണ്ണമോൾ എന്നോട് എന്തൊക്കെ കാണിച്ചാലും എനിക്ക് വർണ്ണമോളോട് ദേഷ്യമൊന്നുമില്ല. കുട്ടികളെ, എന്താ കൂട്ടുകാര് രണ്ടുപേരും കൂടിയിരുന്ന് പറയുന്നത്? ഞങ്ങൾ വർണ്ണമോളുടെ കാര്യം പറയുകയായിരുന്നു. വർണ്ണമോളും കൂടെ ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു യോഗിനിയമ്മേ. ഒരിക്കൽ വർണ്ണമോള് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടും. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെയും നന്മകൾ വർണ്ണമോള് കണ്ടുപഠിക്കണം. അതിന് കുറച്ച് സമയമെടുക്കും. മേലൂർ ക്ഷേത്രത്തിലും പരിസരങ്ങളിലും കുഞ്ഞിപ്പെണ്ണിനെ പറ്റി വലിയ ചർച്ചയാണ്. ആണോ? പിന്നില്ലാതെ. കുട്ടിയാനെ പിടിച്ചിട്ടും നേരെയാവാതിരുന്ന ശിവലിംഗം കുഞ്ഞിയുടെയും മല്ലിയമ്മയുടെയും ഭക്തി കൊണ്ട് നേരെയായാൽ അത് ചെറിയ കാര്യമാണോ? ആളുകൾക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. ഇനി ചിത്രഭാനു തമ്പുരാൻ എത്ര ശ്രമിച്ചാലും മേലൂർ അമ്പലത്തിൽ ഇവരെ വിലക്കാൻ പറ്റില്ലല്ലോ, അല്ലേ യോഗിനിയമ്മേ? ഒരിക്കലും സാധിക്കുകയില്ല. അവിടെയുള്ള ഭക്തർ അതിന് സമ്മതിക്കുകയുമില്ല. അക്കരെയുള്ള ശിവഭഗവാന്റെ അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റി. പക്ഷേ എന്താ ഒരു പക്ഷേ? കുഞ്ഞിപ്പെണ്ണിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയാമോ? ദേശമംഗലത്തമ്മയുടെ നടയിൽ ചെന്ന് ദേശമംഗലത്തമ്മയെ കാണുക എന്നതാണ്. അതിന് പറ്റാത്തത് കൊണ്ട് കുഞ്ഞിക്ക് നല്ല വിഷമമുണ്ട്. ആണോ കുഞ്ഞിപ്പെണ്ണെ? ഭഗവാൻ ആരോടും വ്യത്യാസമില്ലെന്ന് യോഗിനിയമ്മ പറഞ്ഞു. അത് തെളിയിച്ചു തരികയും ചെയ്തു. ദേശമംഗലത്തമ്മയ്ക്ക് അങ്ങനെ വ്യത്യാസമുണ്ടോ? അങ്ങനെയുണ്ടോ യോഗിനിയമ്മേ? ഇല്ല. ദേശമംഗലത്തമ്മ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അമ്മ കൂടെയുണ്ട്, അമ്മയുടെ അനുഗ്രഹവും കൂടെയുണ്ട്. പക്ഷേ എനിക്ക് ആ നടയിലൊന്ന് പോകണം. യോഗിനിയമ്മ വിചാരിച്ചാൽ കുഞ്ഞിപ്പെണ്ണിനെ ആ നടയിലൊന്ന് കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? ഒറ്റ പ്രാവശ്യം. ഒരു പ്രാവശ്യം മതി, പിന്നെ ഞാൻ ചോദിക്കില്ല. യോഗിനിയമ്മേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. കുഞ്ഞിയുടെ ആഗ്രഹം ന്യായമാണെന്നാണ് ദേവി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചാലോ? ഇന്നോ? ഇന്ന് എനിക്ക് ദേവിയെ കാണാൻ പറ്റുമോ? യോഗിനിയമ്മ വെറുതെ ആശ കൊടുക്കരുതേ. വെറുതെ അല്ല, നടക്കും. വേദക്കുട്ടി കുഞ്ഞിയേം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പൊക്കോളൂ. അവിടെ ആരും കാണില്ല. വേദക്കുട്ടി കുഞ്ഞിയുടെ കൈ പിടിച്ചാൽ മാത്രം മതി. കുഞ്ഞിക്ക് ആരും കാണാതെ അങ്ങോട്ട് കയറാം. ദേവിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയും ചെയ്യാം. അതെങ്ങനെ? അതാണ് മന്ത്രശക്തി. ഇത് എപ്പോഴും പറ്റുകയൊന്നുമില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. നിങ്ങൾക്ക് രണ്ടുപേർക്കും യോഗിനി അമ്മയെ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വേദക്കുട്ടി കുഞ്ഞിപ്പെണ്ണിന്റെ കൈപിടിച്ച് ക്ഷേത്രനടയിലേക്ക് പോയിക്കോളൂ. അപ്പോഴാണ് അത്ഭുതം. ഞങ്ങൾക്ക് യോഗിനിയമ്മയെ വിശ്വാസമാണ്. യോഗിനിയമ്മ പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകട്ടെ. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഒരു കാര്യം ഓർക്കണം, വേദക്കുട്ടി കുഞ്ഞിപ്പെണ്ണിന്റെ കൈ വിട്ടാൽ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാവരും കാണും. ഇല്ല, ഞാൻ കുഞ്ഞിയുടെ കൈ വിടില്ല. കുഞ്ഞി, പോകാം നമുക്ക്. എനിക്ക് എന്റെ ദേവിയെ കാണാൻ പറ്റുമോ? കുഞ്ഞിപ്പെണ്ണിന്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ യോഗിനി അമ്മ പിന്നെ എന്തിനാ? വേദക്കുട്ടി, എന്നെ ആരെങ്കിലും കണ്ടുപിടിക്കുമോ? കുഞ്ഞിപ്പെണ്ണ് എന്തിനാ പേടിക്കുന്നത്? യോഗിനിയമ്മ പറഞ്ഞത് ഒന്നും തെറ്റില്ല. കുഞ്ഞിപ്പെണ്ണിന്റെ കൈ വിടാതിരുന്നാ മതി.
കുഞ്ഞു പെണ്ണ് ധൈര്യമായിട്ട് വരൂ. ദേവി കാത്തോളും. ആ വേദക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ തൊഴാൻ വന്നതാണ്. ആ ശരി എന്നാ. അവരെന്നെ കണ്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. വാ മോളെ. നടയിൽ വന്ന് തൊഴണമെന്ന് തോന്നിയച്ചാ അതാ വന്നത്. അപ്പൊ ഇന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്ത് പോയില്ലേ? അവിടെ കുഞ്ഞിപ്പെണ്ണ് കാത്തിരിക്കില്ലേ? എന്താ മോളെ? ഒന്നുമില്ലച്ചാ, തൊഴുതു കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നാ തൊഴുതോളൂ. നീ ആഗ്രഹിച്ചതുപോലെ ദേശമംഗലത്തമ്മയുടെ നടയിലെത്തില്ലേ? ഇനി മനസ്സ് തുറന്നു തൊഴുതോളൂ. എന്റെ ദേവി, ഞാൻ സ്വപ്നം കണ്ടതുപോലെ നടന്നല്ലോ. തൊഴുതോളൂ. കുഞ്ഞുപെണ്ണിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ദേവിയോട് പറഞ്ഞോളൂ. അമ്മേ, അമ്മേ മഹമായേ ദേവി. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ കൊടിമരം. തമ്പുരാനാ പറഞ്ഞത് ശരിയാണ്. ഇവിടെ കണ്ടതാണല്ലോ. ആരാ ഇവിടെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ആ കാട്ടുവാസി മല്ലിയുടെ മകൾ ഇവിടെ ഉണ്ട്. അവൾ ഇവിടെ നിന്ന് തൊഴുന്നത് ഞാൻ കണ്ടല്ലോ. എന്താ, എന്തു പറ്റി തമ്പുരാൻ? ഈ നടയിൽ ആ കാട്ടുവാസി മല്ലിയുടെ മകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മകളുടെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. തമ്പുരാൻ എന്തായി പറയുന്നത്? ഈ പറഞ്ഞ കുഞ്ഞ് ഇവിടെ ഇല്ലല്ലോ. നാം കണ്ടതല്ലേ? നിങ്ങളുടെ മകളുടെ കൂട്ടത്തിൽ ആ പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ എന്റെ മകളോട് സംസാരിച്ചോണ്ടിരുന്നതാണ്. അപ്പൊ എന്റെ മകള് മാത്രമല്ലേ ഉണ്ടായിരുന്നത്? പൂജാരിയുടെ മകൾ തനിച്ചാണ് വന്നത്. ഞാൻ സംസാരിച്ചതാ. എന്റെ കണ്ണുകൾ മൂടിക്കെട്ടാൻ ശ്രമിക്കണ്ട. അവൾ ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രാങ്കണത്തിൽ എവിടെയോ ഉണ്ട്. അത് നാം കണ്ടുപിടിച്ചിരിക്കും. ക്ഷേത്രാങ്കണം മുഴുവൻ തെരയാ. അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ക്ഷേത്രത്തിന്റെ പരിശുദ്ധി നിലനിർത്തിയേ പറ്റൂ. എവിടെയാ കൊച്ചു? അവളെ ഞാൻ ഇവിടെ കണ്ടതാണല്ലോ. എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. തെരയാ, വേഗം തെരയാ. കണ്ടുപിടിക്കണം. കുഞ്ഞി, നമുക്ക് പോകാം. എന്താ, ഇനിയും തൊഴണോ? തൊഴുതോളൂ. എല്ലാരും വരിക. ഇവിടെയുണ്ട്, ഇവിടെ ഇവിടെയുണ്ട്, ഇവിടെ ഞാൻ ഇപ്പൊ കണ്ടു. ഇവിടെ ഉണ്ട്. ഇതിലെന്തോ ചതിയുണ്ട്. ആരോ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നു. ഇവിടെ 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 തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഭൂമിക്ക് താഴേക്ക് പോയോ? തമ്പുരാന് വീണ്ടും മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടോ? നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നാം പറയുന്നത് സത്യമാണ്. ഇവിടെ എവിടെയെങ്കിലും കാണും. അച്ഛാ, ഞാൻ പോയിക്കോട്ടെ.
ആയിക്കോട്ടെ മോളെ. വേഗം വേഗം. അപ്പൊ അവള് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ കണ്ടുപിടിക്കും. എന്താ തരച്ചിൽ നിർത്തിയത്? തിരയാനിന് ഒരിടമല്ല തമ്പുരാനെ. അങ്ങനെ ഒരു കുഞ്ഞു ക്ഷേത്രത്തിന് അത് വന്നിട്ടില്ല. തമ്പുരാന് വീണ്ടും പഴയതുപോലെ. പഴയതുപോലെയോ? നമുക്കോ? എങ്കിൽ അവളെ നാം കണ്ടുപിടിച്ചു തരാം. എന്താ തിരുമേനി ഇത്? എന്തൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നത്? എനിക്കറിയില്ല. ദേവിയുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അമ്മേ.